വെൽക്കം ബാക്ക് ടു ഹാബിറ്റ്സ് ഓഫ് മീ. നമുക്കിന്നൊരു കൂവപ്പായസം ഉണ്ടാക്കാതെ. അതിന് തേങ്ങ വേണമെന്ന് അറിയില്ലേ? അപ്പൊ അതായിക്കോട്ടെ ആദ്യത്തെ പണി എന്ന് കരുതി. അപ്പൊ തേങ്ങ പൊളിച്ചിട്ടുണ്ട്. ഇനിയാണ് ചെറിയ വലിയ പണി. ഈ ചിരട്ടയിൽ നിന്ന് ആ തേങ്ങ ഒന്ന് വേർതിരിച്ചെടുക്കണം. പക്ഷേ അതിനാണ് പണി. എത്ര മേട്ടം കൊടുത്തിട്ടും ഓരോന്ന് ലക്ഷണമില്ല. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മേടിക്കൊണ്ടിരിക്കണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഒടുവിൽ തേങ്ങ ചിരട്ടയിൽ നിന്ന് പോന്നു തുടങ്ങി. ഇനിയിപ്പൊ തേങ്ങ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം. അരിയുമ്പോ കൈയൊക്കെ സൂക്ഷിക്കണേ, മുമ്പ് പണി കിട്ടിയിട്ടുണ്ടേ. കൂവപ്പായസം കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? വീട്ടിൽ കൂവ കൃഷി ചെയ്യുന്നോണ്ട് കൂവപ്പൊടിക്ക് ക്ഷാമവും ഇല്ല. ഒരു പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് അതിന്. അപ്പൊ അതുണ്ടാക്കാനുള്ള തന്ത്രപ്പാടാണ് ഇന്ന്. ഇനിയിപ്പോ ഈ കട്ട് ചെയ്ത് തേങ്ങ ഉണ്ടല്ലോ, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗള് കൂവപ്പൊടി എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. തരികളൊക്കെ നന്നായി അലിയണം കേട്ടോ. തരികൾ അലിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇളക്കണം. അല്ലാതെ എന്ത് ചെയ്യാനാലേ? വിസ്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഞങ്ങളിത് ഉപയോഗിക്കാൻ മറന്നുപോയി. ഞങ്ങളിത് ഈ കാണുന്ന പോലെ ടീസ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടേയിരുന്നു. കൂവപ്പായസം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാ. പക്ഷെ ഫ്ലോപ്പ് ആവില്ലെന്ന് അറിയാട്ടോ. കാരണം ഇൻഗ്രീഡിയൻസ് കുറവാണ്. ആകെ 2-3 ഐറ്റേ വേണ്ടുള്ളൂ. കൂവപ്പൊടി, ശർക്കര, തേങ്ങ, ഉപ്പ്. ആകെ ഇത്ര വേണ്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് സ്റ്റവ് ഓണാക്കി ഇനി ഒരു പാത്രത്തിൽ ലേശം വെള്ളം വെക്കാം. അതിലേക്ക് 2 ശർക്കര മതി. എന്നിട്ട് അത് ഉരുക്കിയെടുക്കണം. ഇനി നല്ലോണം അതൊന്ന് ഉരുക്കി വരട്ടെ. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യണം. ഇതിന് ശേഷമാണ് ഇനി ബാക്കി പരിപാടി കിടക്കുന്നത്. ഈ ആയിട്ട് ഞാൻ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. ഒരു 1-2 തവണ മാത്രം. പക്ഷെ അതായിരിക്കാം ഇതിനോട് ഇത്ര താല്പര്യവും. കൂവ പായസം ഉണ്ടാക്കാൻ സിമ്പിളാണ്. പക്ഷേ കൂവ പൊടി ഉണ്ടാക്കണമെങ്കിൽ അത്ര വലിയ സിമ്പിളൊന്നുമല്ല. കുറച്ചൊന്ന് പണിയെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റിലൊക്കെ ഇത്ര വിലയും. ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിത് ഇളക്കാണ്ട് ഇത് അടിയിൽ പിടിക്കൊന്നും വേണ്ടെന്നേ. കൂവപ്പൊടി തണുപ്പാണ് ശരീരത്തിന് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തണുപ്പ് പറ്റാത്തവര് കുറച്ച് കഴിച്ചാൽ മതി. പക്ഷെ ടേസ്റ്റ് അങ്ങോട്ട് അറിഞ്ഞ കുറച്ചിലൊന്നും നമ്മൾ നിൽക്കില്ലെന്നേ. മതി മറന്നങ്ങ് കഴിച്ചു പോകും. അപ്പൊ അതായത് ഏതാണ്ട് ആയി തുടങ്ങി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി. ഇനി അടുത്ത പരിപാടി. ഇനി ഒരു പാത്രം വെക്കണം. പക്ഷേ സ്റ്റൗ കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ നമ്മളൊരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ, അത് ഇതിലോട്ട് ഒഴിക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. പക്ഷെ ചെറിയ തീ മതി. കാരണം ഈ കൂവാളങ്ങ് അടിയിൽ പിടിക്കും. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ചൂടായി തുടങ്ങുമ്പോഴേ ചെറിയൊരു സ്മെല്ലൊക്കെ അങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇളക്കൽ ഒട്ടും നിർത്തല്ലേ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ പിടിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഇളക്കി 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 അങ്ങനെ ഇരിക്കാം. കണ്ട പാല് പോലൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഏതാണ്ട് ഒരു 1-2 മിനിറ്റ് അത്ര മതി. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയതിലേക്ക് ചേർക്കാം. ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കണേ, എന്നിട്ട് ചേർക്കാം. വീണ്ടും അതന്നെ പരിപാടി. ഇളക്കണം, നന്നായി ഇളക്കിയെടുക്കണം. പെട്ടെന്ന് കുക്കായി വരുന്ന ഐറ്റാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ഞങ്ങളിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ സൂപ്പറാണ്. അവിടെ ഇവിടെയൊക്കെ ഇനി ഓരോ ജെല്ലി രൂപത്തിൽ വരുന്നത് കാണാം. അങ്ങനെ പിന്നെ ഒട്ടും നോക്കണ്ട, ബാക്കിയെല്ലാം പെട്ടെന്നായിരിക്കും. ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ. നമ്മളൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ലേശം ഉപ്പിടണം. അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടെന്താ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു പരിപാടിക്ക് പോകരുത്. പോയ പിന്നെ ഇങ്ങോട്ട് നോക്കണ്ട, എല്ലാം കൂടെ ഒരു കട്ടയായി ഇരിക്കുന്നത് കാണാം. കൈയൊക്കെ നന്നായി വേദനിക്കും, പക്ഷെ നിർത്താൻ പാടില്ല. ടേസ്റ്റ് ചെയ്ത് കഴിക്കണമെങ്കിൽ കുറച്ചൊക്കെ കൈയൊക്കെ ഒന്ന് വേദനിക്കട്ടെ അല്ലേ. ഇപ്പതേ നിങ്ങൾ കാണുന്നില്ലേ, ഇത് ഏതാണ്ട് കുറുകി വരുന്നത് ആയി തുടങ്ങി. ആളിതാ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നല്ലേ, മുമ്പ് നമ്മൾ തേങ്ങ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർക്കുക. തേങ്ങ ഇങ്ങനെയും ചിരകിയോ എങ്ങനെ വേണമെങ്കിലും ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ തേങ്ങ കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ചിരകി ഇട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇപ്പം നമ്മുടെ കൂവപ്പായസം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടമാവും. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പാത്രത്തിൽ ഒരു ചെറിയ വാഴൻ്റെ ഇല വെക്കുക. ഇനി അതിലോട്ട് നമ്മുടെ കൂവപ്പായസം വിളമ്പുക. ഇത് ഈ തിക്നെസ്സിലോ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടോ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ആയാലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ കൂവ ആള് ശരിക്കും പൊളിയാണ് കേട്ടോ. എന്താണെന്നല്ലേ, യൂറിൻ ഇൻഫെക്ഷനൊക്കെ ആള് സൂപ്പറാണ്. കഴിച്ച പിന്നെ പെട്ടെന്ന് അങ്ങ് മാറിക്കോളും. പണ്ടൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതങ്ങ് വെള്ളത്തിൽ മിക്സാക്കി തരും. അത് കുടിക്കാൻ പെടുന്ന പാടുണ്ടല്ലോ, അന്ന് അറിഞ്ഞില്ല ഇത് ഇങ്ങനെ ആക്കി കഴിക്കാൻ പറ്റുമെന്ന്. അപ്പതേ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു, പക്ഷെ എന്തൊരു കുറവ് തോന്നി. പിന്നെ മനസ്സിലായത് കട്ടൻ ചായയുടെയാണ്. കട്ടൻ ചായയും കൂട്ടി ഇതൊന്ന് കഴിക്കണം. ഇപ്പോഴാണ് ആ ടേസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് ആയത്. ഇനി അങ്ങ് ആസ്വദിച്ച് കഴിക്കണേ. ഈ ഇഷ്ടപ്പെട്ടത് നമ്മളങ്ങ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട്, അത് പറയണ്ടല്ലോ അല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ